ഇതിൽ കുറെ ആള് വന്നിട്ടുണ്ട് ഗാസ്, കുറെ ആള് ഗാസ് അവര് വോളി ഗേൾസ് ആണ്. മികച്ച വോളിബോൾ ടൂർണമെന്റുകൾ പയ്യന്നൂരുകാർക്ക് സാധ്യമാക്കിയിട്ടുള്ള മധുവർ, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട വോളിബോൾ താരങ്ങൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാർ, ഇവിടെ അധ്യക്ഷ പ്രസംഗം ഞാൻ പറയുകയുണ്ടായി. വോളിബോള് ഇവിടെ വന്നിട്ട് എനിക്ക് വളരെ അത്ഭുതമാണ് തോന്നിയത്. കാരണം 8 കിലോമീറ്റർ അകലെ പയ്യന്നൂരിൽ ഒരു കളി വെക്കുകയാണെങ്കിൽ 10,000-ങ്ങളോളം ആളുകൾ അകത്ത് കയറുകയും 100-100 ആളുകൾ ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോവുകയും ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും എണ്ണം പറഞ്ഞ സ്ഥലങ്ങളിൽ ഒന്നായ പയ്യന്നൂരിന് ഒരു 7-8 കിലോമീറ്റർ ഇപ്പുറത്ത് താമസിക്കുന്ന ഈ സ്ഥലത്ത് വോളിബോളിനെ കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇത്രയും മനോഹരമായ ഒരു ഗ്രൗണ്ട്, സത്യം പറഞ്ഞാൽ ഞാൻ ഈ അടുത്ത 2-3 വർഷത്തേക്ക് ഇത്രയും മനോഹരമായ ഒരു ഗ്രൗണ്ട് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ ഈ ബോൾ ബോയ്സ് എന്ന് പറയുന്നതിന് പകരം ബോൾ ഗേൾസ് എന്ന് പറയുന്നത്, ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇത്രയും പ്രത്യേകതകളുള്ള ഒരു നാട്. വോളിബോളിൽ നോക്കൂ, വലിയ മുതിർന്നവരുണ്ട്, പ്രായമായവരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, അമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. ഒരു കുടുംബം ഒന്നാകാൻ ഒരു നാടകമോ ഒരു സിനിമയോ സർക്കസോ കാണാൻ വരുന്ന രീതിയിൽ വോളിബോളിനെ കാണാൻ വേണ്ടിയിട്ട് നാട്ടുകാർ ഒന്നടങ്കമായി വന്നിരിക്കുന്നു. ഇവിടെ തീർച്ചയായും ഇത് വോളിബോളിന് വളക്കൂറുള്ള മണ്ണാണ്. തീർച്ചയായും ഇവിടെ വോളിബോൾ പടർന്ന് പന്തലിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം കായിക മേഖലകൾ, പ്രത്യേകിച്ച് വോളിബോൾ പോലുള്ള കളികളാണിന്ന് മനുഷ്യനായി കാണുന്ന, അതിന് യാതൊരു അതിർവരമ്പുകളുമില്ലാത്ത, ജാതി വാദമന്യേ മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം ജനങ്ങൾക്ക് ഒരുമിച്ച് കൂടാവുന്ന, കൂട്ടായ്മകൾ ഉണ്ടാക്കാവുന്ന ഒരു വേദിയായിട്ട് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള കളികൾ ഇനി നിങ്ങളിത് പ്രോത്സാഹിപ്പിക്കൊന്നും വേണ്ട. ഇത് ഓൾറെഡി ഇവിടെ ഈ നാട്ടിൽ ഇവിടെ വിത്തിട്ടിരിക്കുകയാണ്. ഇത് വളർന്ന് പന്തലിച്ച് വലിയൊരു മരമാകും. നിങ്ങളുടെ എല്ലാ ആളുകളെ ഈ വോളിബോൾ കളിക്കാനുള്ള ആളുകളായി വിടുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്കറിയാം, നാട് വൈകുന്നേരങ്ങളിലെല്ലാം തന്നെ ചെറുപ്പക്കാരായുള്ള ആളുകൾ നമ്മുടെ കേരളത്തിൽ ഹൃദയത്തോട് ചേർത്ത് സ്വാഗതം ചെയ്യുന്നു. നാം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന യുവശക്തി വോളിയിലെ പ്രഥമ മത്സരത്തിന് അല്പസമയത്തിനകം വിസിൽ മുഴങ്ങും. അതിനു മുമ്പായി വോളി ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ കിഷോർ കുമാർ അവர்களுം കളിക്കാരുമായി പരിചയപ്പെടുന്ന ഒരു ചെറിയൊരു ചടങ്ങിന് ഗ്രൗണ്ടിൽ നടക്കുന്നു. സോ പ്ലേയേഴ്സ് പ്ലീസ് ലൈൻ അപ്പ്. വിശിഷ്ടാതിഥികളായ സഖാവ് PI മധുസൂദനൻ MLA അവர்களுം ശ്രീ കിഷോർ കുമാറും കളിക്കാരുമായി പരിചയപ്പെടുന്നു. ശ്രീ KV സുധാകരൻ, ശ്രീ P ജയൻ എന്നിവർ വിശിഷ്ടാതിഥികളെയും അനുധാകളെയും കളിക്കാരുമായി പരിചയപ്പെടുന്നതിനു വേണ്ടി ഗ്രൗണ്ടിലേക്ക് ഏറെ വിനയത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശിഷ്ടാതിഥികൾ യുവധാര പട്ടാനൂരിന്റെ കളിക്കാരുമായാണ് ഇപ്പോൾ പരിചയപ്പെടുന്നത്. റിവർസാർ പറവൂരിന്റെ കളിക്കാരുമായി വിശിഷ്ടാതിഥികൾ പരിചയപ്പെടുന്നു.
Thank you, Chief Guest. മാന്യ കായിക പ്രേമികളെ, യുവശക്തി കാറമേൽ ഇടം പ്രഥമമായി സംഘടിപ്പിക്കുന്ന യുവശക്തി വോളിക്കാണ് ബഹുമാനപ്പെട്ട പയ്യന്നൂർ MLA ശ്രീ TI മധുസൂദൻ അവർ അല്പസമയം മുൻപ് ഉദ്ഘാടനം ചെയ്തത്. നിങ്ങളിരിക്കുന്ന ഗാലറിക്ക് താഴെയുള്ള സീറ്റ് ചവിട്ടുന്നത് ഒഴിവാക്കി കായിക പ്രേമികൾക്ക് മത്സരം സുഗമമായി വീക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകണമെന്ന് വിനയത്തോടെ സംഘാടക സമിതി ഭാരവാഹികൾ അറിയിക്കുന്നു. കേരളത്തിലെ തന്നെ എത്രയോ കാലമായി നിറഞ്ഞു നിന്ന് നിരവധി ജില്ലാ മത്സരങ്ങളിലും സംസ്ഥാന മത്സരങ്ങളിലും ട്രോഫികൾ വാങ്ങിയിട്ടുള്ള ശ്രീ അശോകൻ പട്ടാനൂരിന്റെയും മനോജ് പട്ടാനൂരിന്റെയും ശിക്ഷണത്തിലുള്ള ടീമാണ് യുവധാര പട്ടാനൂർ. കണ്ണൂർ ജില്ലയിലെയും കേരളത്തിലെയും വോളി പ്രേമികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ ടീം യുവധാര പട്ടാനൂരിത യുവശക്തി വോളിയിലെ പ്രഥമ റൗണ്ടിൽ മത്സരിക്കാൻ വമ്പന്മാരുമായി ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുന്നു. മറുഭാഗത്താകട്ടെ റിവർ സ്റ്റാർ പറവൂരാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കേരളത്തിലെ വോളി പ്രേമികൾക്കിടയിൽ ഇടം നേടിയ ടീമാണ്.